അല്ല ഗൈസ്, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സഫയും ലല്ലും തമ്മിലുള്ള അവിഹിതം ഗൈസ്. അതായത് ലല്ലു ബി എന്ന് പേരുള്ള മറ്റേ ചെങ്ങായിട്ടില്ല, ഓൻ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കണം, മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്, ട്രൗസറൊക്കെ ഇട്ടിട്ടാണ് പെണ്ണ്. ആ പെണ്ണിൻ്റെ എന്താ വെച്ചാൽ ഫേസ് കാണിക്കണമെന്നില്ല, പെണ്ണിൻ്റെ മുടി കാണുന്നുണ്ട്. മുടി ഇങ്ങനെ ഊർന്ന് വീഴും അവൻ്റെ തലയ്ക്ക്. അവരിങ്ങനെ കിടക്കാണ്, ചെറിയ കുട്ടിയെ പോലെ അവരിങ്ങനെ കിടക്കാണ്. അപ്പോൾ ആദ്യം പെണ്ണിൻ്റെ ബോധം ഇത് കാണിക്കില്ല എന്നല്ലേ പറയുന്നത്. സോഷ്യൽ മീഡിയ ആൾക്കാർ കണ്ടുപിടിച്ചു കിട്ടും. കൈസാണ് ആദ്യമായിട്ട് ഈ വീഡിയോ പുറത്തിട്ടത്. കൈസിന് ഇങ്ങനെയുള്ള സാറകളൊക്കെ ഭയങ്കര താല്പര്യമാണ് എന്തായാലും. അപ്പോൾ അവിടെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓളിങ്ങനെ തലയിൽ ഇങ്ങനെ തലോടുന്ന ഒരു സാധനം, അത് കഴിഞ്ഞിട്ട് മടിയിൽ കിടക്കുന്ന ഒരു സംഭവം, ഇതൊക്കെയാണ് സംഗതി. അപ്പോൾ ഓളുടെ മാലയുടെ ലോക്കറ്റ് വെച്ചിട്ടാണ് അത് ഓളാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ എൻ്റെ ഡൗട്ട് എന്താ വെച്ചാൽ, ഒരേ മാലുള്ള എത്ര പേരുണ്ടായിരിക്കും കഴിച്ചു. അപ്പോൾ എന്തായാലും മൊത്തത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഇതൊക്കെ കണ്ടിട്ട് അത് സഫയാണ് എന്നാണ് പറയണത് ഗൈസ്. അതാണ് സംഭവം. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈ ബട്ട് വൈ എന്നല്ല, ഇതെന്താ അതുകൊണ്ട് ഇപ്പോൾ വിഷയം എന്താ? സഫയും ലല്ലുബിയും തമ്മിൽ അവിഹിതമാണ് വിചാരിക്കുക. പ്രശ്നം എന്താണ്? ഇപ്പോൾ ലല്ലുബി എന്ന് പറയുന്നത് ഫസ്മിന സക്കീറിൻ്റെ കെട്ടിയവനായിരുന്നു. അവർ ലീഗലി കല്യാണം കേട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു ലിവിങ് ടുഗദർ സെറ്റപ്പായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ വീട്ടുകാർക്കൊക്കെ അറിയായിരുന്നു. അപ്പോൾ ഒരു നിക്കാഹ് പോലെ കല്യാണം അങ്ങനെ നടത്തിയതാണ്. പക്ഷെ നമ്മൾ നിയമപരമായിട്ട് നോക്കുമ്പോൾ അതൊരു ലിവിങ് ടുഗദർ സെറ്റപ്പിലേക്കാണ് പോകുന്നത്, അല്ലാണ്ട് കല്യാണമായിട്ട് അതിന് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഓനാണ് മെഹനാസിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള സഫയായിട്ട് ഡിങ്കോൾഫിക്കേഷൻ എന്നാണ് ഒരു സംഭവം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ഡിങ്കോൾഫിക്കേഷൻ എന്ന് വെറുതെ ആ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനൊരു കാര്യം മനസ്സിലാക്കുന്നത്, 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആർക്കും അവരുടെ ശരീരം അവരുടെ ഒരു ഫ്രീഡത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഫ്രീഡത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നില്ല, ഒരു റിലേഷൻഷിപ്പിൽ പെടാൻ സാധിക്കും. അതിപ്പോൾ ഇന്ന ആളായിട്ട് അവിഹിതം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് ഒരു റിലേഷൻഷിപ്പ്, അതിപ്പോൾ എന്തോ ഒരു മോശമായിട്ടുള്ളൊരു സംഗതി അങ്ങനെയാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനതിനെ പ്രോത്സാഹിപ്പിക്കല്ല കേട്ടോ, എന്നാലും പറയണൊരു വേറൊരാൾക്ക്, അതായത് നമ്മൾ വെറുതെ അതിനെ സെൻറ്റിമെൻ്റലായിട്ട് കണ്ടുകൊണ്ട് ഇമോഷണലായിട്ട് കണ്ടുകൊണ്ട് കാര്യമില്ല കേസ്. എനിക്ക് മുമ്പല്ല ഇപ്പോഴും ഇത് വിഷയമാണ്. അതായത് ഒരു അവിഹിതം റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അപ്പുറത്തെ പാർട്ട്ണർക്ക് അത് ഭയങ്കരമായിട്ട് വിഷമാവൂലേ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പാർട്ട്ണറും ഇങ്ങനെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഒരു സ്റ്റേജിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അവിടെ ഒരു ലവ് പ്രേമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് പറയില്ല, അപ്പോൾ സീരിയസ് ആയിട്ടൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് കാര്യമില്ല കേസേ. ആ പെണ്ണിന് അല്ലെങ്കിൽ ആ ചെക്കന് അവർക്ക് വേലി ചാടുക, അതല്ല വേലി എന്ന് പറയുന്നത് ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, വേലി ചാടുക എന്നുള്ളത്. എന്താ ഈ വേലി എന്ന് പറയുന്നത്? വേലി എന്ന് പറയുന്നത് ഒരു ബന്ധനം പോലെ, അതിര് പോലെ നമ്മൾ കാണുന്ന സാധനം. ഈ ബന്ധങ്ങൾക്ക് അതിരിട്ട് കൊടുത്ത് ഒരു കാര്യമില്ല, അത് ചാടാനുള്ള പ്രവണത കൂടുള്ളൂ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അവർക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കെയർ അവർക്ക് കിട്ടുന്നുണ്ട് തോന്നുകയാണെങ്കിൽ, അങ്ങനെ ഒരാളെ വേണം തോന്നുകയാണെങ്കിൽ ഒരു പോയിക്കോട്ടെ, ഇത്രയുള്ളൂ ഒരു കാര്യം. ഇതിനിപ്പോൾ ഒരു പുരോഗമനപരമായ സമൂഹത്തിൽ ഇത് അങ്ങനെ ചിന്തിച്ച് അടിപൊളിയാവും തോന്നുന്നത് കേസ്. അതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിപ്പോൾ ഇത്ര കമ്മിറ്റഡ് ആയ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോകും. അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സിനിമ ഫ്രണ്ട്സ് ഓൺ അല്ല, ഏതൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ ഒരുത്തി എന്താ വെച്ചാൽ, ഓള് ഒരുപാട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും റിലേഷൻസ്, ഒരുപാട് ആണുങ്ങളായിട്ട്. ഒരു സെക്സ് മാനിയൊക്കെ പോലെ ആയിരിക്കും ഓള്. അപ്പോൾ അവസാനം ആ സിനിമയുടെ പേര് ഞാൻ മറന്നു കേസേ. അപ്പോൾ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഓളങ്ങനെ കുറേ എക്സ്പ്ലോർ ചെയ്തിട്ട് ഏറ്റവും അവസാനം ഒരു ചെങ്ങായിയായിട്ട് കബരിയോ, ആ ചെങ്ങായി എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടരെ പോലുള്ള ഒരു ചെങ്ങായി ആയിരിക്കും. പൊട്ടത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ ഗൈസ്, എന്തായാലും പറയണേ. അപ്പോൾ ഒരു പാവത്താലായ ഒരു ചെങ്ങായിയാണ്. അപ്പോൾ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവനെ എന്ന് വരപ്പിക്കോള്. അതായത് ഇവളുടെ പിന്നാലെ ഇപ്പോഴും വരും, അവൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കും, അങ്ങനെയുള്ള ഒരുത്തനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തനെ ഇവൾക്കൊരു വിലയില്ലായിരുന്നു. അതാണ് ആ സിനിമയിൽ സംഭവിക്കുന്നത്. ഏറ്റവും അവസാനം എന്താ വെച്ചാൽ, ഇയാൾക്ക് മനസ്സിലാവും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇയാളെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവനവൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂപ്പര് ഒന്ന് മാറിക്കും. അതായത് മൂപ്പർക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്താ വെച്ചാൽ ഓള് തന്നെ ഇങ്ങോട്ട് വരും. ഇതാണ് പെണ്ണുങ്ങളുടെ സൈക്കോളജി ആയിട്ട് എനിക്ക് തോന്നുന്നത് കേസ്. അതായത് ഈ പ്ലേ ബോയ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെക്കന്മാർ, ആണുങ്ങൾ, ഇവരിലേക്കൊക്കെ ഇവർ അട്രാക്റ്റഡ് ആവാനുള്ള ഭയങ്കര സാധ്യതയുണ്ട്. പക്ഷേ ഇവരെ കെയർ ചെയ്യുന്ന, ജെന്യൂനായിട്ട് ഇഷ്ടപ്പെടുന്ന, കൺസിഡർ ചെയ്യുന്ന, അതൊന്ന് പരിഗണിക്കുന്ന ആണിനെ ഇവർക്ക് താല്പര്യമില്ല കേസേ. ഇവർക്ക് ഒരു പട്ടിയുടെ വില കൂടി തരാത്ത ആണുങ്ങളോടാണ് ഇവർക്ക് താല്പര്യം. അപ്പോൾ അതാണ് അത് പ്ലേ ബോയ്സ് ആയാലും ഇവർക്ക് ഒരു വിഷയമില്ല, ഇവരെ യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു തരം അസുഖമായിട്ടാണ് കേസ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് നല്ലട്ടോ ഞാൻ പറഞ്ഞു വരണത്. എൻ്റെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പൊതുവെ എങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക്
തുടക്കത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നി. പിന്നെ എനിക്ക് മനസ്സിലായത് ഇവിടെ ആളുകൾ റിയലായ ആളുകളെ ഇവിടെ മനുഷ്യർക്ക് വാട്ടുക. ഇവിടെ വേണ്ടത് എന്താ വെച്ചാൽ പെണ്ണുങ്ങൾക്ക് പൊതുവെ എന്താ വെച്ചാൽ അവർക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം തരുന്ന, അവരെ കെയർ ചെയ്യാത്ത ആളുകൾ എന്താ വെച്ചാൽ അപ്പോൾ ഇവർക്ക് ആ ഒരു ഫ്രഷ്നെസ്, ആ ഒരു സാധനം ഫീൽ ചെയ്യണതിൻ്റെ ഒരു സാധനം തോന്നണം. നമ്മളിപ്പോൾ ഒരാളെ മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയ്യോ നമ്മളെ എന്തോ മനസ്സിലാക്കി പറ്റ ആളുകളോട് ചില ആൾക്കാർക്ക് അത് വളരെ അൺകംഫർട്ടബിൾ ആകും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ആളുകളുടെ പിന്നാലെ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ടോപ്പിക്ക് നമ്മൾ മാറിപ്പോകണം കേസ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, അവഹിതത്തിന് പോയി സഫയും ലല്ലു എന്നൊക്കെ പറയണത് അതെന്തോ വലിയ തെറ്റായിട്ടോ അല്ലെങ്കിൽ അവരെ വലിയ ട്രോളേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേസേ. അതിപ്പോൾ അവർ പബ്ലിക്കായിട്ട് അങ്ങനെ റിലേഷൻഷിപ്പിലാണ് എന്ന് ആളുകൾ അറിഞ്ഞുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ട് അതൊന്നും വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും അതിന് മാത്രമുള്ളൊരു കണ്ടൻറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് 2026 കല്യാണം കഴിഞ്ഞോ കല്യാണം കഴിയാണ്ടിരിക്കുക ചെയ്ത ആളുകൾ ഇങ്ങനെ അവർക്കൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിന് പുറത്ത് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മറിറ്റൽ റിലേഷൻഷിപ്പിലേക്കൊക്കെ പോവുകയാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ നിന്ന് അപ്പുറത്തേക്കൊരു അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ടൊന്നും ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റില്ല ഗൈസ്. തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പറഞ്ഞ് ഞാൻ അതിന് പ്രോത്സാഹിപ്പിക്കല്ല. എനിക്കങ്ങനെ ദുരനുഭവങ്ങളുണ്ട്, അത് വെച്ചിട്ട് അതിനെപ്പോൾ സംസാരിക്കും. ഞാൻ ഒന്നിങ്ങനെ ഓവർകം ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. ഒരു കാര്യമില്ല, നമുക്ക് ആരെങ്കിലും ഇങ്ങനെ പിടിച്ച് കെട്ടിയിടാൻ തോന്നുന്നത് ശരിയല്ല. നമ്മളവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. അവർക്ക് ഓടാൻ തോന്നിയിട്ടൊക്കെ അവർ പോയിക്കോളും കേസ്, ഇത്രയേ ഉള്ളൂ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ലൈഫിൽ നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ, ഫ്രസ്ട്രേഷൻസ്, സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഇതിലൊക്കെ ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും. ചില ആളുകൾ എന്താ വെച്ചാൽ ഇത് വളരെ തെറ്റായ ഒരു സാധനമാണെന്ന്, തെറ്റാണെന്നല്ല, അത് അവർക്ക് വളരെ അൺഹെൽത്തി ആയ ഒരു സാധനമാണെന്ന് അറിഞ്ഞിട്ട് ചിലർ ചാടും. പിന്നെയാണ് അത് മനസ്സിലാക്കുക. ചില ആളുകൾ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. ചില ആളുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതായത് അടിപൊളിയാണെന്ന് വിചാരിച്ചിട്ട് നല്ല ഒരു സംഗതി വിട്ടിട്ടായിരിക്കും ഇവർ നിൽക്കേണ്ടാവുക. ഇവരിഷ്ടപ്പെടുന്ന ആളെ വിട്ടിട്ടായിരിക്കും ഇവരിങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുക. പിന്നീട് ഒരു പണി കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവും അയ്യോ അത് മോശമായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ശരിക്കും ഇവർ ഇഷ്ടപ്പെടുന്ന ആളിലേക്ക് ചിലപ്പോൾ ഇവർ തിരിച്ച് വരും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവർ ആ സമയത്ത് വളരെ മെച്ചൂർഡായിരിക്കും. എന്നിട്ട് ആ ചങ്ങായിയോട് പറയും ഞാൻ വളരെ മോശപ്പെട്ട ഒരു പെണ്ണാണ് അല്ലെങ്കിൽ ഒരു ആണാണ്. പൊതുവെ പെണ്ണുങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എന്നെയൊക്കെ അടിപൊളി പെണ്ണിനെ കിട്ടുന്നതൊക്കെ. അപ്പോൾ എന്തായിരുന്നു വെച്ചാൽ ആ ചെക്കൻ ആരായി ഓബി, അതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടായിരിക്കും കേസ്. അപ്പോൾ നമ്മൾ ഈ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്തോറും നമുക്ക് വിലയില്ലാണ്ടായി പോവും എന്ന് പറയുന്നത്. എന്ന് എഴുതിയിട്ട് ഇവിടെ സഫയുടെ കെട്ടിയവരായിട്ടുള്ള വെഹരാസ് വളരെ ജനുവനായ ഒരുത്തനാണ് നല്ലതായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണോ അല്ലേത് എനിക്കറിയില്ല. ഞാനിവിടെ പറഞ്ഞു വരുന്ന സാധനം എന്താ വെച്ചാൽ ഇവിടെ പൊതുവേ സഫ ലല്ലു റിലേഷൻഷിപ്പ് അതൊരു അവിഹിതമാണ് കണ്ടെത്തിയ യുറേക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈസും അനന്തും ഒക്കെ ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇത് വളരെ പരിതാപകരമായ ഒരു സംഭവമായിട്ട് തോന്നിയത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്താണ് വിഷയം കേസ്, അത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഈ അവിഹിതവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക കേസ്. പിന്നെ ഇതിൽ വേറൊരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്ന് ഈ സമൂഹത്തിലെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവർ അല്ലെങ്കിൽ സ്വയം ഭയങ്കര സ്നേഹമാണ് എന്ന് കാണിച്ച് നടക്കുന്ന ടീംസ് ഇല്ലേ, അങ്ങനെയുള്ള ആളുകളടക്കം അവരൊരവസരം കിട്ടിയിട്ടായി ആ വിധത്തിൽ ചാടുന്ന ടീംസ് ഉണ്ട് കേസേ. അല്ലെങ്കിൽ ഇവർ കെട്ടിയവരോടത്തൊക്കെ പരസ്പരം ഇവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷേ ചില ടൈമിൽ ഇവരെ കഴിയുന്നു. അതെന്താ കാര്യം വെച്ചാൽ നമ്മുടെ ഒരു ഇമോഷൻസും നമ്മുടെ ഒരു ശരീരം എന്നൊക്കെ പറയുന്ന ചില സമയത്ത് ഇവിടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ പലർക്കും വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിന് മാത്രമുള്ള ഒരു ക്യാരക്ടറൊക്കെ ഉള്ള ആളുകളായിരിക്കണം. അപ്പോഴും ഇതിൻ്റെ വേറെ കാര്യം കേസ് ഇത് ഇങ്ങനെ ഉള്ള സംഗതികൾ ചെയ്യുന്നതുകൊണ്ട് ഇത് മോശം നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിവിടെ പറഞ്ഞു വരുന്ന സാധനം വെച്ചപ്പോൾ തുടക്കത്തിലെയും ഇങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഇപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഇന്നത്തെ കേരള സമൂഹത്തിൽ കപ്പിൾ സ്വാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇൻസെസ്റ്റ് റിലേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഹുക്കപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ കുറേ സാധനമുണ്ട്, വൺ നൈറ്റ് സ്റ്റാൻഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. എന്നിട്ട് അവർ മാരേജ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ ഭർത്താവിനോ ഭാര്യയ്ക്ക് അറിയാണ്ടോ ചെയ്യേണ്ടായിരിക്കും, ചിലപ്പോൾ രണ്ടുപേരും അറിഞ്ഞിട്ടായിരിക്കും ചെയ്യേണ്ടാവും, പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവങ്ങൾ. സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് വേറെ ആണിനെ പെണ്ണിനെ കൊടുക്കുന്ന ടീംസ് ഉണ്ട്, ലെസ്ബിയൻ റിലേഷൻസ്, ഗേ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള സംഗതികളുണ്ട്. ഇതൊക്കെയാണ് സംഭവങ്ങൾ കഴിച്ചത്. അപ്പോൾ ഇതിൻ്റെ വേറെ സംബന്ധിച്ച് ഞാനൊരു സിനിമയുടെ കാര്യം ഇവിടെ പറഞ്ഞില്ലേ, ആ സിനിമയിൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവളുടെ കല്യാണ ടൈമിൽ ഇവൾ പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് മാരേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്യുന്നൊരു സാധനമാണ്, അതായത് അല്ലെങ്കിൽ ഇവനെ ഞാൻ ചൂസ് ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ ഇവൾ കുറേ എക്സ്പ്ലോർ ചെയ്ത് കുറേ റിലേഷൻസിക്ക് അധികം പോയിട്ട് ഏറ്റവും അവസാനം ഇവളുണ്ട് ചൂസ് ചെയ്യാണ് എനിക്ക് ഒരാൾ മതിയെന്ന്. ചില ആളുകൾ എന്താ വെച്ചാൽ ഭയങ്കര കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും, ഒരാളായിട്ട് മാത്രം ഉണ്ടായിരിക്കുക. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഇവർ ഒരുപാട് ആളുകളിലേക്ക് പോകും. നമ്മുടെ ഒരു മരത്തിനെ ഒരു വിത്ത് മുളച്ചിട്ട് ബ്രാഞ്ചസ് വരുന്ന പോലെ ഒരുപാട് ശിഖരങ്ങളുണ്ടാവും ആണുങ്ങൾ റിലേഷൻസായിട്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ.
അപ്പോൾ ഇവിടെ ഞാൻ ആണുങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ചേർത്തിട്ടാണ് ഇവിടെ പറയണത്, അല്ലാണ്ട് പെണ്ണിനെ കുറ്റപ്പെടുത്തി പറയണതല്ല. ആളുകളെയൊക്കെ ചേർത്തിട്ട് ഒരു ഒരു വ്യക്തി എന്നുള്ള ലെവലിലാണ് ഇതിനെ സംസാരിക്കുന്നത്, ഒരു വ്യക്തിനെ എടുക്കുകയാണ്. പിന്നെ വേറെ ചില ആളുകളുടെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരുപാട് ആളുകളായിട്ട്, അല്ലെങ്കിൽ അതായത് ഇവർക്ക് തോന്നിയ പോലെ ഇവർ ചെയ്യുന്നുണ്ടാവും കാര്യങ്ങൾ. ഏറ്റവും അവസാനം ഇവർക്കൊന്ന് മടുത്തിട്ട് അല്ലെങ്കിൽ ഇത് വേണ്ട എനിക്കൊരാൾ മതി വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ വേറെ എനിക്കറിയാവുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, യൂട്യൂബിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു മൂപ്പര്, എന്താ പറയുക, ഒരു അതായത് അവരുടെ പറഞ്ഞ വിഷയമായിരിക്കും, അവർ കല്യാണം തപ്പ് കഴിഞ്ഞിട്ടുള്ളൂ, ലവ് മാരേജ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ എന്നിട്ട് അതിൻ്റെ കുറച്ച് ദിവസങ്ങൾ അത് കഴിഞ്ഞിട്ട് 2-3 ദിവസമായിട്ടുണ്ട്. അപ്പോഴേക്ക് മൂപ്പര് വേറൊരു പെണ്ണിനെ കിട്ടുമോ എന്നുള്ള ലെവലിൽ വേറൊരു ചെങ്ങായിനെ വിളിക്കുന്നത് ഞാൻ കേൾക്കാനിടയായി ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവങ്ങൾ. അപ്പോൾ ഇതെന്താ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതൊക്കെയാണ് സമൂഹം. നമ്മളിപ്പോൾ ഇതിലിങ്ങനെ വലിയ രീതിയിൽ ആവേശം കൊണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേസ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വ്യക്തിയുടെ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ചത്തുപോണതിന് മുമ്പ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം എന്താണ് ചെയ്യാൻ പറ്റുക വെച്ചാൽ അത് ചെയ്യുക. നമ്മൾ ചത്തുപോണതിന് മുമ്പ് എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ കൂടി സമൂഹത്തിൽ ഇട്ട് പോകാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഒരു പോസിറ്റീവായ മാറ്റം നമ്മൾ കാരണം ഉണ്ടാവണമെന്ന് അറ്റ്ലീസ്റ്റ് ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പ്രവൃത്തികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടായിരിക്കും. പിന്നെ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അവരുടെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നെഗറ്റീവ് സാധനങ്ങൾ മാത്രം കണ്ടെത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല കേസ്. മറ്റുള്ളവരുടെ സാഹചര്യം എന്താണെന്നൊന്നും നമുക്ക് അറിയണ്ടാവില്ലായിരിക്കും. പിന്നെ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ റോബോട്ടൊന്നല്ല, മെഷീനൊന്നല്ല, ഇമോഷൻസ് ഫീലിങ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ചില ആളുകളെ കണ്ടില്ല, അവർക്ക് ഭയങ്കരമായിട്ട് തകർന്ന് ഇരിക്കണ സമയത്ത് അവർക്കൊരു ഉത്തേജനം പോലെ ആയിരിക്കും ഒരു സെക്സിനെ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത്. ഇത് വലിയ അപകടമാണ് കേസ്. ചില ആളുകളെയും എൻ്റെ ലൈഫിലൊക്കെ സംഭവിച്ച് ഒരു റിലേഷൻഷിപ്പ് പൊട്ടി പാളീസായി അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കാണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു പെണ്ണായിരിക്കും എൻ്റെ ദിക്ക് വരുന്നുണ്ടായിരിക്കുക. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവർ ഹാപ്പിയായിട്ട് ഇവർ പണി നോക്കിയിട്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് ചില ആളുകൾ യൂസ് ചെയ്യും. ഇവിടെ എത്ര സിനിമകളിൽ കണ്ടിട്ടുള്ളതല്ലേ. അവരെന്താ വെച്ചാൽ അവർ നമ്മളെങ്ങനെ എന്താ പറയുക, അത് വല്ലാണ്ട് നമ്മളെ ഹുക്ക് ചെയ്യും. അവരവരെ പ്രത്യേകിച്ച് എമ്പതിയുള്ള ആണുങ്ങൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കും ഭയങ്കര പാടാണ് കേസ്. ഈ അത്യാവശ്യം എമ്പതിയുള്ളൊരു വജ്രയുടെ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, ഞാൻ പെണ്ണുങ്ങളുടെ ഒരു സൈക്കോളജി വെച്ചിട്ട് എനിക്ക് തോന്നിയുള്ള ഒരു സാധനം തന്നെ അവരുടെ ഒരു ഇത്. എനിക്ക് അവരോട് പേഴ്സണലി ചോദിക്കണമെന്നുണ്ട് ശരിക്കും എന്താ അവിടെ സംഭവിച്ചു. പക്ഷെ അവരത് അംഗീകരിച്ച് തരൂല, അതാണ് കാര്യം. അവരെന്താ വെച്ചാൽ അയ്യോ ഞാൻ ഒരിക്കലും നിങ്ങളെ അങ്ങനെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ തന്നെ അങ്ങനെ കണ്ടിട്ടില്ല അതൊക്കെ പറയും. പിന്നീട് അവരെന്താ വെച്ചാൽ നമ്മളങ്ങനെ സെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പോകരുത് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് തോന്നിയതൊക്കെ ചെയ്യണ്ടായിരിക്കും. അല്ല ചെയ്തോട്ടെ, വിഷയമല്ല. പക്ഷേ നമ്മളത് എന്തിനാണ് ഒരു 50-50 ഒരു ലെവലിൽ ഇങ്ങനെ കാണിക്കുന്നതെന്നാണ്, ഹുക്ക് ചെയ്ത് നിർത്തുന്നതെന്നാണ് മനസ്സിലാവാത്ത കേസ്. അപ്പോൾ എനിക്കൊരു സമയത്തൊക്കെ ആകെ ഉറവില്ലാണ്ട് ഇത് സംഭവം മനസ്സിലാവാണ്ട് ആകെ ഒരു മീനിനെ പിടിച്ചിട്ട് വെള്ളത്തിൽ നിന്ന് ചൂടുള്ള മണലിക്കിട്ടുള്ള ഒരവസ്ഥ എന്താണ്, ആ ഒരു അവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നു കേസ്. എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നതാണ്, അവിഹിതം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് ട്രോളാൻ മാത്രം ഒന്നുമില്ല എന്നും അങ്ങനെ നെഗറ്റീവായിട്ട് കാണേണ്ട ഒന്നുമില്ല എന്നും ഉള്ളൊരു പോയിന്റിലേക്കാണ് ഞാൻ എത്തുന്നത്. നമ്മൾ ആളുകളിങ്ങനെ പിടിച്ചു വെച്ചിട്ടും കൂട്ടിലടച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആളുകൾ പറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ചില ആളുകൾ കുറേ പറന്നിട്ട് ഇനി ഒന്ന് ഇരിക്കാമെന്ന് വിചാരിക്കും. ചില ആളുകൾ പറന്നുകൊണ്ടേ നടക്കണമെന്ന് വിചാരിക്കും. ചില ആളുകൾ പറന്ന് ചിറകൊക്കെ കയറ്റി പോയ ഒരവസ്ഥയിലെത്തും, എല്ലാ സുഖങ്ങളൊക്കെ വന്നിട്ട്. ചില ആളുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് ഒരു ഉത്തേജനത്തിന് വേണ്ടിയിട്ടായിരിക്കും പറക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ പറക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും ഇരിക്കണ ചില ടീംസ് ഉണ്ടായിരിക്കും, അവർ പറന്നുകൊണ്ട് കിടക്കുന്ന ആളുകളെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനൊരു സംഭവം കൂടി ഉണ്ട്. അത്രേ ഉള്ളൂ. എന്തായാലും അവിഹിതവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സാധ്യത ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ.